27 ഇരട്ടി കൂലി കിട്ടാനുള്ള ഹിക്മത്താണ് പറഞ്ഞത്. അത് ഓരോ ജമാഅത്തിനും ആ 27 ഫായിദകൾ നമുക്ക് എണ്ണാൻ കഴിഞ്ഞോളന്നില്ല. 27 ഇരട്ടി കൂലി കിട്ടാനുള്ള ഒരു ഹിക്മത്ത് അതെന്താണ്? പൊതുവിൽ ഇങ്ങനെ 27 ഇരട്ടി ഫായിദകൾ എന്താകുന്നുണ്ട് ഒറ്റയ്ക്ക് സ്കരിക്കുന്നതിനേക്കാളും ഉണ്ടാവാറുണ്ട് എന്നതുകൊണ്ടാണ്. ആവട്ടെ. വഖറജ ബിൽ ഫറായിദ്, ഇനി പറയുന്നത് ഫർള് നിസ്കാരങ്ങളിൽ 5 വക്ത് ഫർള് നിസ്കാരങ്ങളിലാണ് ഇത് സുന്നത്ത് എന്നല്ലേ പറഞ്ഞത്. ഇനിയോ ഫർള് എന്ന് പറഞ്ഞുകൊണ്ട് ഫർള് നിസ്കാരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു പോയി ബിൽ മഅൽ മദ്കൂരി, ഈ പറയപ്പെട്ട മഴക്കുള്ള എന്താ 5 വക്ത് ഫർള് നിസ്കാരങ്ങൾ എന്ന് പറഞ്ഞല്ലോ, അൽ മക്തൂബാത്തി എന്നല്ലേ നമ്മൾ എടുത്തു കൊടുത്തത്. അപ്പോൾ ആ ഫർദാക്കപ്പെട്ട നിസ്കാരങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് പുറത്തു പോയി അൽ മന്ദൂറത്ത്, നേർച്ച നിസ്കാരം പുറത്തു പോയി, അത് മക്തൂബാത്ത് പെടുന്നില്ലല്ലോ. അയ്യിൽ മക്തൂബാത്തി നമ്മൾ പറഞ്ഞല്ലോ, ആ മഴക്കുള്ള ഫർദ് നിസ്കാരങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് മന്ദൂറത്ത് പുറത്തു പോയി, നേർച്ചയാക്കപ്പെട്ട ഫലാ തുശറഉ ഫീഹി ഫിഹ, ആ മന്ദൂറത്തിൽ എന്തില്ല, ജമാഅത്ത് ശറഅാക്കപ്പെടുന്നില്ല. എന്തുകൊണ്ട്? ലിഖ്തിസാസിഹ, ആ ജമാഅത്ത് പ്രത്യേകമായതിനു വേണ്ടി, അന്നഹാ ശിആറുൽ മക്തൂബ, അത് ഫർദ് നിസ്കാരത്തിന്റെ ഷിആറാണെന്നതുകൊണ്ട് പ്രത്യേകമായതിനു വേണ്ടി, കൽ അദാനി, ബാങ്ക് പോലെ തന്നെ, ബാങ്ക് ഫർദ് നിസ്കാരത്തിന് മാത്രമല്ലേ ഉള്ളൂ എന്നതുപോലെ ഫർദ് നിസ്കാരത്തിന് ഖാസായ പിന്നെ ഒരു ഷിആറാണ് ഏത്, ജമാഅത്ത് എന്നുള്ളത്. അതുകൊണ്ട് പിന്നെ നേർച്ച നിസ്കാരത്തിന് ആ ജമാഅത്ത് സുന്നത്തില്ല. ഇനിയോ ആ നേർച്ച നിസ്കാരത്തിന് ജമാഅത്ത് സുന്നത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ടത് എന്താണ്? ഒരു നേർച്ചയാക്കപ്പെട്ട സംഗതി ഷറഇന്റെ ഷറയിൽ വാജിബായതിന്റെ മസലക്കിലാണോ നടക്കുന്നത്, ജായിസായതിന്റെ മസലക്കിലാണോ നടക്കുന്നത് എന്ന ഖിലാഫ് പരിഗണിച്ചിട്ടാവണം എന്ന് ഇമാം മുജല്ല റഹിമഹുല്ല പറഞ്ഞത് എന്തായിട്ടുണ്ട്, ശരിയല്ല എന്ന ശേഷം പറയാൻ പോകും. അതായത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഹദീസും തമ്മിൽ വൈരുദ്ധ്യമില്ല. ഇനി എന്താണ് ഈ 27ന്റെ ഹിക്മത്ത്? 27 ഇരട്ടി കൂലി കിട്ടും എന്ന് പറയാൻ കാരണം എന്താ? ഹിക്മത്തു സബ്ഇ വൽ 20, 27ന്റെ ഹിക്മത്ത് അന്ന ഫീഹ ഫവായിദ തസീദു അലാ സ്വലാത്തിൽ ഫദ്ദി ബിനഹ്വി ദാലിക. അന്ന ഫീഹ ജമാഅത്ത് നിസ്കാരത്തിലുണ്ട് ഫവായിദ, നിരവധി ഫായിദകളുണ്ട്. തസീദു അലാ സ്വലാത്തിൽ ഫദ്ദി, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാളും വർദ്ധിക്കുന്ന നിരവധി ഫായിദകൾ. ബിനഹ്വി ദാലിക 27 പോലത്തുണ്ട്. അപ്പൊ 27 കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ഫായിദകൾ എന്തുണ്ട്? 27 കാര്യങ്ങൾ ജമാഅത്ത് നിസ്കാരത്തിൽ പൊതുവിൽ കിട്ടാറുണ്ട് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാളും. അതുകൊണ്ടാണ് 27 ഇരട്ടി കൂലി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ കാമിലീങ്ങളുടെ എന്താകുന്നുണ്ട്? ബറക്കത്ത് നാഖിസീങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ജമാഅത്തിന് നടന്നു പോകുന്ന കൂലിയുണ്ട്, പള്ളിയിലേക്ക് എത്തുന്ന കൂലിയുണ്ട്, ആൾക്കാരുടെ കൂട്ടത്തിൽ കൂടുന്ന കൂലിയുണ്ട്, ജമാഅത്തിനായിട്ടുള്ള ബാങ്കിൻ്റെ ഇക്കാമത്തിൻ്റെ ഒക്കെ കൂലിയുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ബാങ്ക് ഇക്കാമത്തിന് ഇജാബത്ത് കൊടുക്കുന്ന കൂലി, അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ ജമാഅത്ത് നിസ്കാരത്തിന് ജമാഅത്തിൻ്റെതായ ഒരുപാട് ഫായിദകൾ എണ്ണിയിട്ട് 27 ഫായിദകൾ അതിനുണ്ട് എന്ന് അതിൻ്റെ ഹിക്മത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. കമാ ബയ്യൻതുഹു, അതിനെ ഞാൻ ബയാൻ ചെയ്തതുപോലെ ഫി ഷറഹുൽ ബാബിൽ എന്തായിട്ടുണ്ട് അവിടെ എടുത്ത് നോക്കിയാൽ മതി. ആ കിതാബിൽ ഞാൻ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇത് ഖുർദിയിലുണ്ട്, തർഷീഹിലുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ശേഷം അത് 27 ഫായിദകൾ ഏതെങ്കിലും കിതാബ് നോക്കിയിട്ട് എന്താക്കാം, അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാം. ഫബിന മുജല്ല, അപ്പോൾ ഇമാം മുജല്ല റഹിമഹുല്ല എടുത്തത് ലിഹാദ, ഇതിനെ എന്ന് പറഞ്ഞാൽ നേർച്ച നിസ്കാരത്തിൽ മന്ദൂറത്തിൽ ജമാഅത്ത് വേണമെന്നതിനെ, അലാ അന്നഹു യസ്ലുകു ബിൻ നദിരി മസ്ലക വാജിബി ശർഇ ഔ ജായിസിഹി, അലാ അന്നഹു ഏതിൻ്റെ മേലെടുത്തത്? ആ നേർച്ചയാക്കിയ വ്യക്തി തീർച്ചയായും അവൻ യസ്ലുകു ബിൻ നദിരി, ആ നേർച്ച കൊണ്ട് അവൻ പ്രവേശിക്കുന്നത് മസ്ലക വാജിബി ശർഇ, ഷറഇൽ വാജിബായതിൻ്റെ മസ്ലക്കിലാണോ, ഔ ജായിസിഹി അല്ലെങ്കിൽ ഷറഇൽ ജായിസായതിൻ്റെ മസ്ലക്കിലാണോ എന്ന ഖിലാഫിൻ്റെ മേലെടുത്തത് എന്താണ്? വല്ലതൂഹു ഫീഹി, ആ ഫുഖഹാ ആ ഇമാം മുജല്ലയെ എന്താക്കിയിട്ടുണ്ട്? ഈ വിഷയത്തിൽ പിഴവിലാക്കിയിട്ടുണ്ട്. അത് പിഴവാണെന്ന് പറഞ്ഞിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്, പിഴപ്പിച്ചിട്ടുണ്ട്, പിഴവിലാക്കിയിട്ടുണ്ട്. അതായത്